വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം അത് നാളെയാണ്. ഇന്ത്യയും നെതർലൻഡ് തമ്മിലാണ് മത്സരം നടക്കുന്നത്. നാളെ തോറ്റാലും ഇന്ത്യക്ക് ഒന്നും തന്നെയില്ല. ഓൾറെഡി ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടന്നു കഴിഞ്ഞു. നാളത്തെ മത്സരം ഒരു ചടങ്ങ് മാത്രമാണ്. ഇപ്പോഴിതാ സഞ്ജുവിന് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നെതർലൻഡ് മത്സരത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിലും ഡെക്കിലാണ് പുറത്തായത്. അതുകൊണ്ട് തന്നെ ആരാധകർ പറയുന്നത് സഞ്ജുവിനെ ഇറക്കണമെന്നാണ്. തിലക് വർമ്മ ടെസ്റ്റാണ് കളിച്ചത്. ഇതിലും ഭേദം സഞ്ജു തന്നെയായിരുന്നു. ഇപ്പോഴിതാ നാളത്തെ മത്സരത്തിൽ സഞ്ജുവിന് ഒരവസരം കിട്ടിയിരിക്കുകയാണ്. തിലക് അല്ലെങ്കിൽ അഭിഷേക്, ഇവരിൽ ഒരാൾക്ക് നാളെ റെസ്റ്റാണ്. അതിനു പകരം സഞ്ജു കളിക്കളത്തിൽ എത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിന് സമ്മർദ്ദമില്ലാതെ നാളെ കളിക്കാം. ഇന്ത്യക്ക് തോറ്റാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് അവസരം കിട്ടാത്ത താരങ്ങളെ നാളെ കളിപ്പിക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. ഒരുപക്ഷെ സമ്മർദ്ദമില്ലാത്തതുകൊണ്ട് സഞ്ജു സെഞ്ചുറി അടിക്കാൻ സാധ്യതയുണ്ട്. സഞ്ജുവിനെ ഒരു സ്പാർക്ക് കിട്ടിയാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ഈസിയായിട്ട് സഞ്ജു സെഞ്ചുറികൾ വാരിക്കൂട്ടും. ഇന്ത്യയെ സംബന്ധിച്ച് നെതർലാൻഡ് ചെറിയ ടീമാണ്. എന്തായാലും ഇന്ത്യ കളി ജയിക്കുമെന്നത് ഉറപ്പാണ്. ഫസ്റ്റ് ബാറ്റിംഗ് ഇന്ത്യക്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും ഇന്ത്യ 300 റൺസ് അടിക്കുമെന്നത് ഗ്യാരണ്ടിയാണ്. സഞ്ജുവിനെ ഇതുവരെ കേട്ട എല്ലാ നെഗറ്റീവുകളും നാളത്തെ ഒരൊറ്റ മത്സരം കൊണ്ട് തിരിച്ചു പിടിക്കാം. നാളെ സഞ്ജു ഫോം ആകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. അഭിഷേക് വേൾഡ് കപ്പിൽ ഫ്ലോപ്പാണ്. പാകിസ്ഥാനെതിരെ ഒരു നിർണായക മത്സരത്തിൽ പോലും അഭിഷേക് ഡെക്കിലാണ് പുറത്തായത്. തിലക് വർമ്മയ്ക്കാണെങ്കിൽ ടെസ്റ്റ് മാത്രമേ ഇപ്പോൾ കളിക്കാൻ അറിയുന്നുള്ളൂ. അതുകൊണ്ട് നാളെ സഞ്ജു ഇറങ്ങുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ്ങിലൊന്ന് നോക്കാം. സഞ്ജു, ഇഷാൻ, തിലക് വർമ്മ, സൂര്യകുമാർ, പാണ്ഡ്യ, ശിവൻ ദുബെ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, കുൽദീപ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. നാളെ ഇന്ത്യ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ഇന്ത്യക്ക് ടോസ് ലഭിച്ചാൽ ഒരു മികച്ച ഇന്നിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. നാളെ രാത്രി 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.